ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കാനെത്തി. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് ചെയർമാൻ MP ജാക്സൺ. മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അടുക്കളയിൽ ഇനി പുതുമയുടെ രുചി. പുതിയ ഭക്ഷണ മെനു പ്രാബല്യത്തിൽ. ഇരിങ്ങാലക്കുട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സംഭവത്തിൽ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിലെ സ്വകാര്യ ബസിന്റെ അഭ്യാസ പ്രകടനത്തിൽ ഡ്രൈവർക്കെതിരെ കേസ്. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഹോട്ടൽ അടച്ചുപൂട്ടി. മറ്റ് 2 ഹോട്ടലുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വാർത്തകളിലേക്ക് വിശദമായി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കാനെത്തി. രാവിലെ മുതൽ ബാങ്കിൽ നിക്ഷേപകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ITU എന്ന ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് കടുത്ത നടപടി സ്വീകരിച്ചത്. ഇതേ തുടർന്ന് 6 മാസക്കാലത്തേക്ക് നിക്ഷേപകർക്ക് 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ കഴിയുക. നിക്ഷേപകരുടെ ആശങ്ക അകറ്റുന്നതിനായി ബാങ്ക് ഇൻഷുറൻസ് ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങി. 5 ലക്ഷം രൂപ വരെ നിക്ഷേപകർക്ക് 90 ദിവസ കാലാവധിക്കുള്ളിൽ തിരികെ ലഭിക്കുന്നതിനുള്ള ഇൻഷുറൻസ് ഫോമുകളാണ് നൽകി തുടങ്ങിയത്. ബാങ്കിൽ നിക്ഷേപമുള്ള എല്ലാവർക്കും ഈ ഫോമുകൾ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണം നിക്ഷേപിച്ച ആർക്കും പണം നഷ്ടപ്പെടില്ലെന്ന് കോൺഗ്രസ് നേതാവും ബാങ്ക് ചെയർമാനുമായ MP ജാക്സൺ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കിൽ പണം നിക്ഷേപം നടത്തിയ നിക്ഷേപകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ചെയർമാൻ പറഞ്ഞു. ബാങ്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ലോൺ നൽകിയ പണം തിരിച്ചുപിടിച്ച് ബാങ്ക് പൂർണ്ണമായി തിരിച്ചുവരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭരണം കൈയാളാമെന്ന CPM-ന്റെയും BJP-യുടെയും മോഹം നടക്കില്ലെന്നും കോൺഗ്രസ് തന്നെ നഗരത്തിൽ ഭരണത്തിൽ തുടരുമെന്നും MP ജാക്സൺ പറഞ്ഞു. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിൽ സംഭവിച്ചത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് മന്ത്രി R. ബിന്ദു. കരുവന്നൂർ ബാങ്കുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാട് ശരിയല്ല. സഹകാരികളുടെ പണം വകമാറി ചെലവ് ചെയ്തു എന്ന് വ്യക്തമാണ്. ഭരണസമിതി അംഗങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ബാങ്കിലെ ബാധ്യത മറച്ചുവെച്ച് സ്ഥലം വിൽപ്പനയ്ക്ക് കരാർ എഴുതി നൽകിയ 20 ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ലെന്നാരോപിച്ച് ഡോക്ടർ നൽകിയ പരാതിയിൽ DCC ജനറൽ സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ആശാ സേവ്യർ നൽകിയ പരാതിയിലാണ് DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫിനെതിരെ കേസെടുത്തത്. 25 ലക്ഷം രൂപ നൽകി കരാർ എഴുതിയെങ്കിലും 5 ലക്ഷം രൂപ തിരിച്ചു നൽകി. 20 ലക്ഷം രൂപ കൂടി തിരിച്ചു നൽകാമെന്ന ഉറപ്പ് പാലിച്ചില്ലെന്നാണ് പരാതി. അഷ്റഫിന്റെ വലിയ പറമ്പിലെ വീടിനോട് ചേർന്നുള്ള 3 സെന്റ് സ്ഥലവും ഷോപ്പിംഗ് കോംപ്ലക്സും ചേർന്ന് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപ നൽകി 3 മാസത്തെ കരാറാണ് ഉണ്ടാക്കിയത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ജലീൽ എന്ന ഇടനിലക്കാരൻ വഴിയാണ് സ്ഥലം കച്ചവടം നടത്തി കരാർ ഒപ്പിട്ടത്. ഇയാളെയും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തിൽ ബാധ്യതയുണ്ടെന്ന കാരണം ചൂണ്ടിക്കാണിച്ച് കരാറിൽ നിന്ന് പിന്മാറിയാണ് 5 ലക്ഷം രൂപ തിരികെ കൈപ്പറ്റിയത്. ശേഷിക്കുന്ന 20 ലക്ഷം രൂപ തിരിച്ചു നൽകാൻ സാവകാശം വേണമെന്നാണ് AA അഷ്റഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരാർ എഴുതി വാങ്ങിയ സ്ഥലവും കെട്ടിടവും 25 ലക്ഷം രൂപ അധികം നൽകി വിൽക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടപ്പോഴാണ് ഡോക്ടർ കരാറിൽ നിന്ന് പിന്മാറി പണം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടതെന്നും അതിന് സാവകാശം വേണമെന്നും AA അഷ്റഫ് പറഞ്ഞു. ഞാനും ഡോക്ടർ ആശയും തമ്മിൽ എന്റെ വീടിന്റെ 3 സെന്റ് ഭൂമിയും ഷോപ്പിംഗ് കോംപ്ലക്സും ഒരു വിൽപ്പന കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആശാ ഡോക്ടർ തന്നെയാണ് എന്റെ അടുത്തേക്ക് ഒരു ബ്രോക്കറെ വിട്ടത്. ഇത് സംബന്ധിച്ച കരാറിന്റെ ധാരണ ഉണ്ടാക്കുന്നത്. 5000 രൂപ എനിക്ക് ടോക്കൺ തരികയും ചെയ്തു. ഈ ഡോക്ടർ ആശ 1,30 ലക്ഷം രൂപയ്ക്ക് ഇത് ആർക്കോ കൈമാറി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ധാരണയിലാണ് 1.5 എന്റെ എടുക്കുന്നത്. അത് ഈ ഡോക്ടർ ആശയും ജലീലും തമ്മിലൊരു കോൺട്രാക്റ്റാണ്. 25 ലക്ഷം രൂപ ഒറ്റയടിക്ക് ലാഭം മോഹിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ എന്റെ കയ്യിൽ നിന്ന് 1.5 ഇത് എടുക്കുന്നത്. അതിനുശേഷം ജലീൽ മുങ്ങി. ജലീലില്ല. ജലീൽ കൊണ്ടുവന്ന 1,30 ലക്ഷം രൂപയുടെ ആളില്ലാണ്ടായപ്പോ ഡോക്ടർക്ക് അക്കടി മനസ്സിലായി. ഡോക്ടർ എന്നോട് പൈസ തിരിച്ചു ചോദിച്ചു. TCV ന്യൂസ് മാള. മലക്കപ്പാറയിൽ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്കേറ്റു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച് കളക്ടർ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. ബേബിയുടെ മകൻ രാഹുലിനെയാണ് പുലി കടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഇവർ താമസിച്ചിരുന്ന ഷെഡിലെത്തിയ പുലി കുട്ടിയെ കടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു.
ശബ്ദം കേട്ടുണർന്ന പിതാവ് ബേബി ബഹളം വെക്കുകയും വടിയെടുത്ത് പിന്നാലെ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ പുലി കുട്ടിയെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. പുലി ഇങ്ങനെ സ്ഥിരം നടക്കണ്ടായിരുന്നു. ഇന്നലെ രാത്രി കയറി വന്നു കഴിഞ്ഞിട്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെ കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. പിന്നെ ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധാർ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, റേഷൻ കാർഡില്ല, ഇതൊക്കെ സ്വന്തമായിട്ട് വീട് പോലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. രാഹുലിന് കഴുത്തിലാണ് പരിക്ക്. നഖവും പല്ലും കൊണ്ട് കഴുത്തിൽ മുറിവുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി രക്ഷപ്പെട്ടതെന്ന് ബന്ധു കുമാർ പറഞ്ഞു. അതായത് പുലി കിടന്നപ്പോൾ രാത്രി വന്നിട്ട് ഇവൻ പുലി വന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോയി. അന്ന് കാട്ടിനകത്ത് പോയി കുറേ ദൂരം പോയപ്പോൾ എല്ലാവരും പുലി വന്നു ഒച്ചട്ടപ്പം അച്ഛൻ എല്ലാവരും കൂടി അങ്ങനെ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു തകരമോ സീട്ടോ ഒന്നുമില്ല, ഇങ്ങനെ ഒരു വാർക്കയൊന്നുമില്ല. നമ്മുടെ മെയിനിൽ പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ വാതലെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു വാതലൊന്നുമില്ല. അത് ഗേറ്റ് കൊണ്ട് ചെറുതായിട്ട് വന്ന് വെച്ചിരിക്കുകയാണ്. എന്ത് വന്നാലും അത് അങ്ങോട്ട് കളയും. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ വീട്ടുകാരെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഷെഡുകൾ കെട്ടിയാണ് ഇവർ താമസിക്കുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അടുക്കളകളിൽ ഇനി പുതുമയുടെ രുചിക്കൂട്ടുകൾ. ശരിയായ പോഷകങ്ങളുടെ കുറവുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സർക്കാർ പുതിയ മെനു നടപ്പിലാക്കുന്നത്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പുതിയ മെനു അനുസരിച്ച് ഭക്ഷണം ലഭ്യമാവുക. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇവയോടൊപ്പം കൂട്ടുകറിയോ കുറുമക്കറിയോ നൽകണം. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും ഇതിലുൾപ്പെടും. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബോൾസ്, ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, ക്യാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിൻ്റെ നിർദ്ദേശാനുസരണം ആരംഭിച്ചിട്ടുള്ള മെനു നമ്മളുടെ സ്കൂളിൽ ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞതാണ്. ചില വിഭവങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹകരണത്തോടു കൂടി ചെയ്തു പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു പരിമിതി അതിനകത്തുണ്ട്. പക്ഷേ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ളത് 100% നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ഒരു രുചി, അവർക്ക് ആ മണവും രുചിയും ചേർന്ന് വരുമ്പോഴാണ് അവർ നന്നായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം അവരുടെ മുന്നിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് തീർച്ചയായും എത്തിക്കാൻ സാധിച്ചാൽ കുഞ്ഞുമക്കൾ എല്ലാവരും, കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് നന്നായി ഭക്ഷണം കഴിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ പല വിദ്യാലയങ്ങളിലും നേരത്തെ തന്നെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ വിളമ്പുന്നുണ്ട്. എഗ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കൽ നൽകുന്ന വിദ്യാലയങ്ങളുണ്ട്. ചിക്കൻ ബിരിയാണിയും ഇടയ്ക്ക് വിളമ്പും. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചും പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് ഇവർ മെനു പരിഷ്കരിച്ചിരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ കണ്ടാലറിയാവുന്ന 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ മാപ്രാണം സ്വദേശി ആകാശിന്റെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ 2 ദിവസവും ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. അക്രമങ്ങൾ ആവർത്തിച്ചിട്ടും ബസ് സ്റ്റാൻഡിൽ ഏറ്റവും തിരക്കുള്ള സമയത്ത് പോലീസിന്റെ സാന്നിധ്യമില്ലെന്ന് വിമർശനമുയരുന്നുണ്ട്. സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ബസ് പിടിച്ചെടുത്ത് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് മാപ്രാണം സെന്ററിന് സമീപം മറ്റൊരു ബസിന്റെ കുറുകെ നിർത്തി റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളുൾപ്പെടെ TCV വാർത്ത പുറത്തുവിട്ടിരുന്നു. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ശാസ്ത ബസ് ജീവനക്കാർ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽനാസ് ബസിന്റെ കുറുകെ നിർത്തി അഭ്യാസ പ്രകടനം നടത്തിയത്. റൂറൽ പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യാത്രക്കാരെ സ്റ്റോപ്പിലിറക്കാതെ മരണപ്പാച്ചിൽ നടത്തിയ സ്വകാര്യ ബസ് ഗുരുവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കാശിനാഥൻ ബസ്സാണ് SI U മഹേഷിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ബസ് ഉടമയിൽ നിന്ന് പിഴ ഈടാക്കി. ശ്രീകൃഷ്ണ കോളേജിലേക്ക് വന്ന മലപ്പുറം ജില്ലക്കാരായ 4 പേരടങ്ങുന്ന കുടുംബത്തെയാണ് കണ്ടക്ടർ പെരുവഴിയിൽ ഇറക്കിവിട്ടത്. തൃശൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിൽ അരിയന്നൂർ ഇറങ്ങണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അരിയന്നൂരിൽ സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞ് 3 കിലോമീറ്റർ അകലെയുള്ള മാവിൻചൂടാണ് ബസ് നിർത്തിയതെന്ന് ഇവർ പറഞ്ഞു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു.
ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ പൂട്ടിച്ചു. മറ്റ് 2 ഹോട്ടലുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പഞ്ചാരമുക്ക് 400-ാം പടിയിൽ പ്രവർത്തിക്കുന്ന സ്നാക്സ് ഹട്ട് ഗ്രിൽ ഹൌസ് എന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. പഞ്ചാരമുക്കിലെ ഹംദി കുഴിമന്തി, മാവിൻചൂടുള്ള ഓപ്പർഷ റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോകന്റെ നേതൃത്വത്തിൽ 16 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. തട്ടുകടകൾ കേന്ദ്രീകരിച്ച് രാത്രികാല പരിശോധന ഊർജിതമാക്കിയതായും ശുചിത്വ നിലവാരം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ അറിയിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വീണ്ടും വാർത്തകളിലേക്ക്. 52 ദിവസം നീണ്ടുനിന്ന മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ കടലിലിറങ്ങി. കഴിഞ്ഞ ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. നീണ്ട നാളുകളിലെ വറുതിക്ക് ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷയോടെ കടലിലിറങ്ങിയത്. തുടർച്ചയായ മഴയിൽ കടൽ തണുത്ത അവസ്ഥയിൽ വലിയ കോൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. പുത്തൻപീടികയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുത്തൻപീടിക അക്കായ റോഡിൽ താമസിക്കുന്ന 73 വയസ്സുള്ള വള്ളോപ്പള്ളി ശിവരാമനാണ് മരിച്ചത്. പുത്തൻപീടിക സെന്റ് ജോസഫ് പന്തൽ വർക്സിലെ ജീവനക്കാരനായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്നതിന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ സംരക്ഷണത്തിനായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഒന്നിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി. ബാബറി മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം വളർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തുതോൽപ്പിച്ചത് ശിഹാബ് തങ്ങളാണെന്ന് സാദിഖ് അലി അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. PM അബ്ദുൽ ജബ്ബാർ, റഹ്മത്തുള്ള VC അബ്ദുൽ ഗഫൂർ, VK നാസർ തുടങ്ങിയവർ സംസാരിച്ചു. തങ്ങളുടെ അടുക്കിലേക്ക് ഒരു മുഷിപ്പുമില്ലാതെ അഹമ്മദാജിയുടെ വിളി വരുമ്പോൾ ഞങ്ങൾക്ക് തുക തരുന്നതിന് വേണ്ടി ഉള്ളിലേക്ക്. വരന്തരപ്പള്ളിയിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലെ പ്രതി പിടിയിലായി. ചെങ്ങാലൂർ സ്വദേശി കൈതാരത്ത് വീട്ടിൽ സിബിയെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. കോടാലി തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ക്രിസ്റ്റ ബസ്സിൽ അതിക്രമിച്ച് കയറി കണ്ടക്ടറും ഉടമയുമായ വരന്തരപ്പള്ളി സ്വദേശി ആന്റണിയെയാണ് ഇയാൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പാലപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന യാസീൻ ബസ്സിലെ ക്ലീനറാണ് പ്രതി. സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിവരെ OP പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരൊക്കെ എന്തൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചാലും ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV വിനോദ്, KR ജോജോ, ബിന്ദു ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ കാർ ടെസ്റ്റ് ഏർപ്പെടുത്തി നമുക്ക് അത്യാവശ്യമാണ്. ഷുഗർ ചെയ്യുന്ന 5000 മുതൽ 10000 വരെയുള്ള ജനസംഖ്യയ്ക്ക് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം. മാള കുരുവിലശ്ശേരിയിൽ ബൈക്കിലെത്തിയ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. കുരുവിലശ്ശേരി സ്വദേശി ചുണ്ടങ്ങാപ്പറമ്പിൽ ശൈലജയുടെ മാലയാണ് ബൈക്കിലെത്തിയവർ പൊട്ടിച്ചത്. 7 പവൻ തൂക്കമുള്ള താലിമാലയുടെ 3 പവനോളം നഷ്ടപ്പെട്ടു. കുടുംബക്ഷേത്രമായ ചുണ്ടങ്ങാപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ സംഘം മറ്റൊരു സ്ത്രീയെ ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ചു. കുരുവിലശ്ശേരിയിലെ സഹോദരിയുടെ വീട്ടിലെത്തിയ ആളൂർ സ്വദേശി മുണ്ടക്കൽ രേഖയെയാണ് മാലമോഷണ സംഘം ആക്രമിച്ചത്. വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്നതിന് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് രേഖ മൊഴി നൽകി. സംഭവത്തെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.
മാള കാടുകുറ്റിയിൽ മണ്ണെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് 4 വയസ്സുകാരൻ മരിച്ചു. അസം സ്വദേശി സാജിദുൽ ഹോക്കാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മാള കാടുകുറ്റിയിൽ മണ്ണെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് 4 വയസ്സുകാരൻ മരിച്ചു. അസം സ്വദേശി സാജിദുൽ ഹോക്കാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രാജീവാണ് ചേരുന്നത്. രാജീവ്, എപ്പോഴായിരുന്നു അപകടം? കൂടുതൽ വിവരങ്ങൾ. ഇന്ന് വൈകിട്ട് 4:00-ഓടെയാണ് സംഭവം നടന്നത്. ഉടനെ തന്നെ അങ്കമാലിയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അസം സ്വദേശിയായ 4 വയസ്സുകാരൻ സാജിദുൽ ഹോക്ക് എന്ന 4 വയസ്സുള്ള കുട്ടിയാണ് കളിക്കുന്നതിനിടയിൽ വെള്ളക്കെട്ടിലേക്ക് വീണത്. മണ്ണെടുത്ത കുഴിയായിരുന്നു. ആ കുഴിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ആ കുഴിയിലേക്ക് കളിക്കുന്നതിനിടയിൽ വീഴുകയായിരുന്നു. ശരി രാജു. മറ്റു വാർത്തയിലേക്ക്. അളഗപ്പനാർ പഞ്ചായത്തിലെ കടമുറി ലേലത്തിൽ അഴിമതി ആരോപണം. പത്രപരസ്യം നൽകി 2022 നടത്തിയ ലേലം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന പരാതിയുമായി 42 മാസമായി താൻ നിയമപോരാട്ടം നടത്തുകയാണെന്ന് മുൻ സൈനികനായ വെണ്ടൂർ സ്വദേശി ഐനിക്കൽ തോമസ് പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ 6 കടമുറികളാണ് ലേലത്തിൽ വെച്ചത്. പൊതുലേലത്തിൽ പങ്കെടുക്കാനെത്തിയ തോമസിനെ അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധിക്ഷേപിച്ചതായും ലേലം വിളിക്കാൻ സമ്മതിച്ചില്ലെന്നും ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, വിജിലൻസ് എന്നിവിടങ്ങളിൽ അന്നു തന്നെ പരാതി നൽകിയിരുന്നതായും 42 മാസത്തിന് ശേഷം കഴിഞ്ഞ ജൂലൈ 29-നാണ് തന്റെ മൊഴിയെടുത്തതെന്നും തോമസ് പറഞ്ഞു. അതായത് 2022 ജനുവരി 19 അളഗപ്പനൂർ ഗ്രാമപഞ്ചായത്തിൽ അന്നത്തെ വൈസ് പ്രസിഡന്റായ രാജേശ്വരിയും വാർഡ് മെമ്പറായ സനിൽ മഞ്ഞേരയും അന്നത്തെ അളഗപ്പനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹബീബ് എന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ രാജേശ്വരിക്കും സനിൽ മഞ്ഞേരിനും അവരെ ഇഷ്ടപ്പെട്ട അവരുടെ സ്വപക്ഷ ജനതയ്ക്ക് കടം മൊഴികൾ വ്യാജലേഖ വഴി കൊടുക്കുകയും അഴിമതി നടക്കുകയും അവരിൽ നിന്ന് നിയമവിരുദ്ധമായി സാമ്പത്തിക നേട്ടം നേടിയെന്നുള്ളത് എൻ്റെ ഉത്തമ വിശ്വാസമാണ്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പ്രതികരിച്ചു. കയ്പമംഗലത്ത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. റോഡിൽ വെള്ളക്കെട്ടും അപകടക്കണിയും മൂലം ദുരിതത്തിലായി വാഹനയാത്രികർ. ചന്ദ്രാപ്പിന്നി CV സെന്റർ മുതൽ കാക്കത്തിരുത്തി വരെ 10 ഇടങ്ങളിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകുന്നത്. ചന്ദ്രാപ്പിന്നി ഹൈസ്കൂളിന് വടക്ക് ഭാഗത്ത് 1 മാസത്തിലേറെയായി പൈപ്പ് പൊട്ടിയിട്ട്. നിരവധി സ്കൂൾ വാഹനങ്ങളും കുട്ടികളും കടന്നുപോകുന്ന വഴിയിൽ പൈപ്പ് പൊട്ടി അപകടക്കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാർ കുഴിയിൽ വീണ് അപകടം പറ്റിയിരുന്നു. ചളിങ്ങാട് മേഖലയിലും നിരവധിയിടത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അമ്പലനട ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴി കാണാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി മതിലകം ഡിവിഷനാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. പൈപ്പ് നന്നാക്കാൻ കുഴിയെടുക്കുമ്പോൾ ഉറവ വെള്ളം വന്ന് തിണ്ടിടിയുന്നത് കാരണമാണ് സാധിക്കാത്തതെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു. മഴ മാറിയാൽ ഉടൻ പണി ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം. ചിയാരം തിരത്തൂർ ടെമ്പിൾ റോഡിൽ വാടക വീട്ടിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിയാരം സ്വദേശി കുരുതുകുളങ്ങര വീട്ടിൽ 60 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. വീടിനകത്ത് രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വാതിൽ അടച്ചിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ ഒറ്റയ്ക്കാണ് താമസം. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മരമുറി തൊഴിലാളി മരത്തിന് മുകളിൽ കുടുങ്ങി. കുമരനെല്ലൂർ ഷബീറിന്റെ വീട്ടിലാണ് സംഭവം. കുമരനെല്ലൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് 25 അടി ഉയരമുള്ള മരത്തിന് മുകളിൽ കുടുങ്ങിയത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി താഴെയിറക്കി. അഗ്നിശമന സേനാംഗങ്ങളായ A. ഗോപകുമാർ, V. വിജു എന്നിവർ മരത്തിന് മുകളിൽ കയറി വല ഉപയോഗിച്ച് ഇയാളെ താഴെയിറക്കുകയായിരുന്നു.
വലതുപക്ഷ അപവാദ പ്രചരണത്തിനെതിരെ CPM ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ചാവക്കാട് വസന്തം കോർണറിൽ നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി ശിവദാസൻ, NK അക്ബർ MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ H അക്ബർ, MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി IES പബ്ലിക് സ്കൂളിൽ കലാമേള സംഘടിപ്പിച്ചു. യോഗ, നീന്തൽ, മോഡലിംഗ് എന്നിവയിൽ ശ്രദ്ധേയയായ ആൻ മൂക്കൻ വർണ്ണോത്സവം ഉദ്ഘാടനം ചെയ്തു. ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് ഡയറക്ടർ മുഹമ്മദ് അലി, IES സെക്രട്ടറി അബ്ദുൾ റഷീദ്, ജോയിന്റ് സെക്രട്ടറി നബിയാൽ, ട്രഷറർ ജിനി, വൈസ് പ്രിൻസിപ്പൽ SN ബീന, പ്രൈമറി വൈസ് പ്രിൻസിപ്പൽ ഷീല വർഗീസ്, അക്കാദമി ഹെഡ് ലതാജി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തിരുവല്ലോമല പമ്പ് ഹൗസിന് മുന്നിലുള്ള റോഡിൽ രൂപം കൊണ്ട ഗർത്തം വാഹനയാത്രക്കാർക്ക് ജീവന് ഭീഷണിയാകുന്നു. റോഡിലെ കുഴിയുള്ള ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ ശ്രദ്ധിച്ചു പോകുക എന്ന അറിയിപ്പോടെ 2 വീപ്പകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും റോഡ് പണി മാത്രം നടക്കുന്നില്ല. കനത്ത മഴ വന്നാൽ റോഡിലേക്ക് വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടാകുന്ന പ്രദേശം കൂടിയാണിത്. കൂട്ടുപാതയിൽ നിന്നും ഇറക്കമുള്ള റോഡായതിനാൽ ബൈക്ക് യാത്രികൾ ഉൾപ്പെടെ അതിവേഗതയിലാണ് റോഡിടിഞ്ഞ ഭാഗത്തൂടെ കടന്നുപോകുന്നത്. റോഡിൽ നിന്നും വാഹനങ്ങൾ താഴേക്ക് പതിക്കാതിരിക്കുന്നതിനായി നിർമ്മിച്ച മറുവശത്ത് കൈവരികളും സുരക്ഷിതമല്ല. അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അപകടം വിദൂരമല്ലെന്ന് പ്രദേശവാസിയായ മോഹനൻ പറയുന്നു. ഇവിടെ റോഡുകൾ മുഴുവൻ കുണ്ടും കുഴിയാണ്. ഈ റോഡ് ഇവിടെ പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭയങ്കര കുണ്ടും കുഴിയും. 2 വീക്ക് വെച്ചിട്ട് 6 മാസമായി. ഈ സ്കൂൾ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. റോഡിൻ്റെ 2 ഭാഗം കാട് പിടിച്ച് പിന്നെ വഴിക്കാരെയും മറന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലത്തുപടി 65 വയസ്സുള്ള ഹമീദാണ് മരിച്ചത്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഛത്തീസ്ഗഡിൽ ജയിലിലടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. കൊടുങ്ങല്ലൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളഞ്ഞിൽ ഉദ്ഘാടനം ചെയ്തു. KRAL CBC വുമൺ കമ്മീഷൻ സെക്രട്ടറി സിസ്റ്റർ നിരഞ്ജന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. KLCWA രൂപത പ്രസിഡന്റ് റാണി പ്രദീപ്, സെക്രട്ടറി ഷൈബി ജോസഫ്, ഇടവക പ്രതിനിധികളായ ഷൈനി തോമസ്, ബിനു ബിബിൻ, മേരി ജാൻസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഇടവകകളിൽ നിന്ന് ആയിരങ്ങൾ ഒപ്പിട്ട കത്ത് രാഷ്ട്രപതിക്ക് അയച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും നടന്നു. ആയുർവേദ ആചാര്യനായ കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്തുനിന്ന് തയ്യാറാക്കിക്കൊണ്ടുവന്ന ഔഷധം പന്തീരടി പൂജയ്ക്ക് ശേഷം മുക്കിടിയായി നിവേദിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ മുരളീധരൻ ഔഷധം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഗജവീരൻ ഊക്കൻസ് കുഞ്ചുവിന് ആദ്യ ഉരുള നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 16 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ, തിരുവല്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ K. കല, ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, ധന്വന്തരി ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ, ക്ഷേത്രം മേൽശാന്തി മേക്കാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ഡ്രൈഡേയിൽ മദ്യവിൽപ്പന നടത്തിയ നെല്ലുവായ് സ്വദേശിയെ 12 ലിറ്റർ മദ്യവുമായി എക്സൈസ് സംഘം പിടികൂടി.
നെല്ലുവായി മുണ്ടൻകോട് നഗർ തെയ്യത്താംപറമ്പിൽ ഹരിദാസിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ KV ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ MK ബിനു, PP കൃഷ്ണകുമാർ, KV ഷാജി തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗത്താണ് റോഡ് തകർന്നത്. റോഡ് വീതി കൂട്ടി നിർമ്മിച്ചപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാതിരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡും അതുപോലെ തന്നെ കുന്നംകുളം വടക്കാഞ്ചേരി സ്റ്റേറ്റ് ഹൈവേയും പൊളിയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. റോഡ് മുകളിലേക്ക് പൊന്തി വരുന്ന ഇതുവരെ കാണാത്തൊരു പ്രതിഭാസമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. വെള്ളം താൽക്കാലികമായി നിർത്തിവെച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞപ്പോ ആ പൊന്തി വന്ന റോഡ് താഴത്തേക്ക് കുറേയൊക്കെ പോയെങ്കിലും പല സ്ഥലത്തും വിള്ളൽ വീണ് ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകാവുന്ന അവസ്ഥയിലാണ് ഈ റോഡ് നിൽക്കുന്നത്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കുഴികൾ അടയ്ക്കാൻ പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളിയുടെ നേതൃത്വത്തിൽ റാലി നടത്തി. പാലക്കൽ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറി PA ലാസർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി 2ാം വർഷവും ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. MLA നേതൃത്വം നൽകുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായ സ്കോളർഷിപ്പ് വിതരണം ഞായറാഴ്ച SH കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാവറട്ടി യൂണിറ്റ് വാർഷിക യോഗം ചേർന്നു. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. പാവറട്ടി യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവരെയും കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ EV വിനോദ്, PA റാഫേൽ, CL റാഫേൽ, MV ശശിധരൻ, ലിസ കെ പോൾ, സിജിൽ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം പട്ടയമേള ശനിയാഴ്ച നടക്കും. വരടിയം GUP സ്കൂളിൽ നടക്കുന്ന പട്ടയമേള മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും പങ്കെടുക്കും. ഒരുമനിയൂർ പഞ്ചായത്തിൽ ദുർഭരണം ആരോപിച്ച് UDF പഞ്ചായത്ത് കമ്മിറ്റി 3ാം കല്ലിൽ സായാഹ്ന ധർണ നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. NK അബ്ദുൽ വഹാബ്, ഹമീദ് ഹാജി, K ആഷിദ, ശ്യാം സുന്ദർ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂരിൽ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. നായരങ്ങാടി പാലത്തുപറമ്പ് ചാർത്താമളപ്പിൽ 66 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. തോട്ടത്തിൽ നിന്ന് നേന്ത്രക്കൊലകൾ ചുമന്നുകൊണ്ട് വരുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സമീപത്തെ തോട്ടത്തിലെ കർഷകർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെതിരെ എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പ്രതിഷേധ ജാഥയും സമുദായ ജാഗ്രതാ സദസ്സും നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജാഥയിൽ 2000-ഓളം പേർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന ജാഗ്രതാ സദസ്സ് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, സംഘാടക സമിതി ജനറൽ കൺവീനർ KC ഡേവിസ്, ജോയിന്റ് കൺവീനർമാരായ പോൾസൺ മണ്ടുമ്പാൽ, ജിഷ ജോഷി വെള്ളറക്കാട്, സെക്രട്ടറി ഡോക്ടർ NV ആന്റണി, ഫൊറോന പള്ളി കൈക്കാരൻ ജെയ്സൺ താണിക്കൽ എന്നിവർ പങ്കെടുത്തു. ഹരിതകർമ്മസേന കൺസോർഷ്യം ഫണ്ട് തിരിമറി നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ കോടശ്ശേരിയിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രസിഡന്റ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആരോപണങ്ങൾ പ്രസിഡന്റ് KP ജെയിംസ് നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. തുടർന്ന് നടന്ന ധർണ PR ബാബു ഉദ്ഘാടനം ചെയ്തു. PC നിഖിൽ, ശ്യാമ സജീവൻ, സജിത ഷാജി, ശകുന്തള വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് മാസം 31-ാം തീയതി വരെയുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വടക്കാഞ്ചേരിയിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. എങ്കക്കാട് പവർ ഹൗസിന് സമീപം താമസിക്കുന്ന ശ്രീസദനം വീട്ടിൽ 95 വയസ്സുള്ള നാരായണനാണ് മരിച്ചത്. എങ്കക്കാട് സ്കൂളിന് സമീപം ഓട്ടോയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു.
ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തഞ്ചിറ പഞ്ചായത്തിന്റെ പുതിയ മീറ്റിംഗ് ഹാളിന്റെയും ഫ്രണ്ട് ഓഫീസിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. 53 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മീറ്റിംഗ് ഹാൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം നടക്കുന്ന പച്ചക്കറി തൈ വിതരണവും രാവിലെ 11:30 മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഴയിൽ പാലപ്പിള്ളി പിള്ളത്തോട്ടിലേക്ക് വീണ പാഴ്മരം നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ മരമൊലിച്ച് കുറുമാലി പുഴയിലെ കച്ചേരിക്കടവ് തോട്ടുമുഖം പാലങ്ങളിൽ തടയാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. അടിയന്തരമായി മരം മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പാലപ്പിള്ളി റേഞ്ച് ഓഫീസർക്ക് പരാതി നൽകി. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെയും അളഗപ്പനഗർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിത്തൂട്ട് നടത്തി. വന്യജീവികൾക്ക് ആവശ്യമായ ഫലങ്ങൾ കാട്ടിൽ തന്നെ നട്ടുവളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KT ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകൻ MP സജീഷ് അധ്യക്ഷത വഹിച്ചു. BFO AM അനുശ്രീ, VV ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. നോക്കാം വാണിജ്യം. കേരളത്തിലെ പ്രമുഖ ഐസ്ക്രീം ബ്രാൻഡായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ആനുവൽ ഡീലേഴ്സ് മീറ്റ് ബ്ലെൻഡ് ആൻഡ് ബോണ്ട് തൃശൂർ ഹോട്ടൽ ദാസ് കോണ്ടിനെന്റിൽ നടന്നു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ 2025-26 വർഷത്തെ സീസണിലേക്കുള്ള കുനാഫ പിസ്താഷിയോ, സിട്രിസ് ക്യാൻഡി, എനർജി ബാർ, ബുള്ളി സ്റ്റിക് തുടങ്ങിയ 6ൽ പരം പുതിയ പ്രോഡക്റ്റുകൾ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ PA ജോൺസൺ, VA ജോളി എന്നിവർ ചേർന്ന് പുറത്തിറക്കി. കഴിഞ്ഞ സീസണിൽ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം വിൽപ്പനയിൽ ടാർജറ്റ് നേട്ടം കൈവരിച്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള സൗജന്യ വിദേശയാത്രാ ടിക്കറ്റുകളും കോംപ്ലിമെന്ററി ഗിഫ്റ്റുകളും ചടങ്ങിൽ സമ്മാനിച്ചു. ബ്ലെൻഡ് ആൻഡ് ബോണ്ടിന്റെ ഭാഗമായി മെന്റലിസ്റ്റ് അനന്തു അവതരിപ്പിച്ച മെന്റലിസം ഷോ പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് കമ്പനിയുടെ വളർച്ചയിൽ ഒപ്പം നിന്ന് സഹകരിച്ച എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. ചലച്ചിത്ര സംവിധായകർ, അഭിനേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും സർപ്രൈസ് ഗിഫ്റ്റുകളും ബ്ലെൻഡ് ആൻഡ് ബോണ്ടിന് അവിസ്മരണീയത പകർന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കാനെത്തി. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് ചെയർമാൻ MP ജാക്സൺ. മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അടുക്കളയിൽ ഇനി പുതുമയുടെ രുചി. പുതിയ ഭക്ഷണ മെനു പ്രാബല്യത്തിൽ. ഇരിങ്ങാലക്കുട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിലെ സ്വകാര്യ ബസിന്റെ അഭ്യാസ പ്രകടനത്തിൽ ഡ്രൈവർക്കെതിരെ കേസ്. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഹോട്ടൽ പൂട്ടിച്ചു. മറ്റ് 2 ഹോട്ടലുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.